ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര അരുണിനോട് പറയുകയാണ്, എത്രയും വേഗം അശ്വതിയെ നീ അവിടെ നിന്ന് പറഞ്ഞയക്കണം. ഏട്ടനും അമ്മയും ചേർന്ന് എന്നോട് കാണിച്ച ചതിയേക്കാൾ വലുതായൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ലെന്ന് അരുൺ പറയുന്നു. ഇത് കേൾക്കുന്ന ആദിയും വസുന്ധരയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. നിങ്ങൾ രണ്ടാളും എന്നെ മാത്രമല്ല ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് അഭിയെയും മോളെയും കൂടിയാണ് ചതിക്കുന്നത്. അപ്പോ നീ അറിഞ്ഞുകൊണ്ട് ഐശ്വര്യയെ ചതിക്കുന്നതോ? ഇത് കേൾക്കുന്ന ഐശ്വര്യ സംശയത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആദി പറയുകയാണ്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ അശ്വതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ. അപ്പോഴൊക്കെ നീ എന്നെയും അമ്മയും കുറ്റപ്പെടുത്തി രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇനി എന്താണെങ്കിലും അത് പറ്റില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കുകയുമില്ല. അശ്വതിയുമായുള്ള ബന്ധം നീ ഇന്ന് തന്നെ അവസാനിപ്പിച്ചോണം. എന്താ, ഇല്ലെങ്കിൽ അമ്മയും മോനും കൂടി എന്നെ കൊല്ലുമോ അതോ അഭിയും മോളെയും കൊല്ലുമോ? തല്ലാനും കൊല്ലാനും ഒന്നുമല്ല പറയുന്നത്. നിന്റെ ജീവിതം നേരെയാകാൻ വേണ്ടി നിന്റെ അമ്മയും ഏട്ടനും തരുന്ന ഉപദേശമാണിത് എന്ന് വസുന്ധര പറയുമ്പോൾ ആദി പറയുകയാണ്, മോനെ, നാലാൾ അറിഞ്ഞ് നീ കെട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഇവിടെയുണ്ട് ഐശ്വര്യ. അത് നീ ഒരിക്കലും മറക്കരുതെന്ന് ആദി പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, അപ്പോ ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാൻ ആദ്യം താലി കെട്ടിയ എന്റെ ഭാര്യയോ, എന്റെ ഭാര്യ അഭിരാമിയെ ഞാൻ എന്തു ചെയ്യും? ഇത് കേൾക്കുന്ന ഐശ്വര്യ ആകെ തകർന്ന് പൊട്ടിക്കരയുകയാണ്. എന്താ, നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ഒരു പെണ്ണല്ലേ എന്റെ അഭിയും? ഇപ്പൊ എന്താ അമ്മയ്ക്കും മോനും ഒന്നും പറയാനില്ലേ? നിങ്ങൾ രണ്ടാളും കൂടി ചതിയിലൂടെ എന്റെ അഭിയെ എന്നിൽ നിന്നും അകറ്റി. ഇപ്പോ ഞാൻ അവളെ വീണ്ടും കണ്ടു. ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന എന്റെ അഭിയെ ഞാൻ എന്തു ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ആദി പറയുകയാണ്, എടാ, നീ താലി കെട്ടിയ ഐശ്വര്യ ഈ വീട്ടിലാ ഉള്ളത്. ഏട്ടാ, അതിനേക്കാൾ മുമ്പ് ഞാൻ താലി കെട്ടിയത് എന്റെ അഭിയെയാണ്. ആ താലി ഇപ്പോഴും അഭിയുടെ കഴുത്തിലുണ്ട്. ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന അഭിയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അരുൺ പോകുമ്പോൾ ആകെ തകർന്ന് മുറിയിലേക്ക് പോവുകയാണ് ഐശ്വര്യ. തുടർന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ മുറിയിലുള്ള എല്ലാ സാധനങ്ങളും ദൂരേക്ക് വലിച്ചെറിയുകയാണ്. അതിനുശേഷം ഐശ്വര്യയുടെയും അരുണിന്റെയും ഫോട്ടോ ഫ്രെയിം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഐശ്വര്യ പറയുകയാണ്, അരുൺ, നീ എന്നെ ചതിച്ചല്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ ഫ്രെയിമും ഐശ്വര്യ താഴേക്ക് വലിച്ചെറിയുകയാണ്. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഞാനെന്തിനാ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്? അശ്വതിയും ശ്രീകുട്ടിയും, അതിന് രണ്ടിനെയും ഞാൻ തീർത്തിരിക്കും. അവരിനി അരുണിന് ഒരു ദുസ്വപ്നം മാത്രമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് അരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ മുറിയിലൂടെ നടക്കുന്ന വസുന്ധരയാണ്. അതേസമയം ആനന്ദവർമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ശ്യാമ പ്രഗ്നന്റ് ആയതുകൊണ്ട് അകിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടിയാണ് വസുവിനെന്നാ തോന്നുന്നത്. അതാകും യാതൊരു സ്വസ്ഥതയുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്താ വസു, മനസമാധാനം കിട്ടുന്നില്ലല്ലേ? അങ്ങനെയല്ലേ താൻ ശ്യാമയോട് പെരുമാറിയത്? നമ്മുടെ അകിമോന്റെ കുഞ്ഞല്ലേ ശ്യാമയുടെ വയറ്റിലുള്ളത്? അത് ബോധപൂർവം താൻ മറന്നു. തന്റെ പ്രവൃത്തികൾ ഇങ്ങനെ ആയാലേ തനിക്കൊരിക്കലും മനസമാധാനം കിട്ടാനേ പോകുന്നില്ല. ഈ മക്കളുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. മക്കളുടെ സന്തോഷം നശിപ്പിച്ചാൽ കുടുംബത്തിൽ എങ്ങനെയാ സമാധാനം ഉണ്ടാകുന്നത്? മക്കളുടെ കുടുംബജീവിതത്തിലൊന്നും അനാവശ്യമായി നമ്മൾ തലയിടരുത്. അത്രയും പറഞ്ഞ് വർമ്മ അവിടെ നിന്ന് പോകുമ്പോൾ വസുന്ധര പറയുകയാണ്, ഈശ്വര, എന്റെ മനസ്സിലുള്ള വേദന ഞാൻ ഇനി ആരോടാ പറയുന്നത്? ഒരു വശത്ത് എന്റെ അകിമോന്റെ ആയുസിന്റെ കാര്യം, മറുവശത്ത് അരുണിന്റെ ജീവിതം, അത് അതിനേക്കാളും പ്രശ്നത്തിലും. ഇതിന്റെ ഇടയില് ഞാനിങ്ങനെ ഉരുകി. ഒരമ്മയ്ക്ക് മാത്രമേ എന്റെ വിഷമം മനസ്സിലാകൂ. എന്റെ മക്കളുടെ ജീവിതം ഞാനിനി എന്താ ചെയ്യുക ഈശ്വര എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വസുന്ധര. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖില് ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ്. അതേസമയം ഐശ്വര്യ അവിടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അഖിലിനെ കണ്ടയുടൻ പുച്ഛത്തോടെ ചിരിച്ചിട്ട് ഐശ്വര്യ ചോദിക്കുകയാണ്, എന്താ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്ക് ഇവിടെ വന്നൂടെ എന്ന് അഖില് ചോദിക്കുമ്പോൾ, അല്ല, ശ്യാമയെ കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നേനെ എന്ന് ഐശ്വര്യ പറയുന്നു. അല്ല, ശ്യാമ കൂടി ഉണ്ടായിരുന്നെങ്കിലേ അമ്മ അവളെ ആട്ടി ഓടിക്കുന്നത് കാണാമായിരുന്നു. ഏട്ടത്തിയുടെ ഈ സ്വഭാവം തുടരാനാണ് ഭാവമെങ്കിലേ ഈ വീട്ടിൽ നിന്നും ആദ്യം ആട്ടി ഓടിക്കുന്നത് ഏട്ടത്തിയായിരിക്കും, അതും അമ്മ തന്നെ. അങ്ങനെ പലർക്കും ആഗ്രഹമുണ്ടാകും, അതൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ലെന്ന് ഐശ്വര്യ പറയുന്നു. അതേസമയം വസുന്ധര അങ്ങോട്ടേക്ക് വരികയും അഖിലിനെ കണ്ട് സന്തോഷത്തോടെ അഖി എന്ന് വിളിച്ച് അടുത്തോട്ട് വരികയും ചെയ്യുന്നു. ഞാനിവിടെ താമസിക്കാനൊന്നുമല്ല വന്നത്, അമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. അമ്മ പെട്ടെന്ന് റെഡിയാക്, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇങ്ങോട്ടേക്കാണെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്നും അമ്മ വേഗം റെഡിയാകാനും അഖില് പറയുന്നു. അമ്മേ, ഇത് ശ്യാമയുടെ എന്തോ ഗൂഢപദ്ധതിയാണ്. അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി അപകടത്തിലാക്കാനാ ഇവരുടെയൊക്കെ പ്ലാൻ. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, അമ്മയ്ക്ക് അഖിയെ വിശ്വാസമുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്റെ കൂടെ വരാം. അമ്മ ഇപ്പോ എവിടേക്കും വരുന്നില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ അഖില് പറയുകയാണ്, അമ്മേ, വേഗം റെഡിയായി വരുന്നുണ്ടോ? അമ്മേ, പോകരുത്, ശ്യാമ ചതിക്കുമെന്ന് ഐശ്വര്യ പറയുന്നു. കേൾക്കുന്ന വസുന്ധര മിണ്ടാതെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, കണ്ടില്ലേ, ഞാൻ പറയുന്നതേ അമ്മ കേൾക്കൂ, അമ്മ വരുന്നില്ല. ഇത് കേൾക്കുന്ന വസുന്ധര ചോദിക്കുകയാണ്, അത് ഐശ്വര്യയാണോ തീരുമാനിക്കുന്നത്? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് വസുന്ധര അകത്തേക്ക് പോകുന്നു. അല്ലെങ്കിലും ഈ അമ്മ ഇങ്ങനെ തന്നെയാ,
എന്തെങ്കിലും കാര്യം വരുമ്പോ ഐശ്വര്യ വേണം, മക്കളുടെ കാര്യം വരുമ്പോഴോ സ്വന്തം തീരുമാനങ്ങളാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോ അഖില് മനസ്സിൽ പറയുകയാണ്, ഇന്ന് എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും അമ്മ അറിയണം, അത് എന്റെ വാശിയാണെന്നും അഖില് മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതി ജാസ്മിന്റെ വേഷം കെട്ടി ഓഫീസിലേക്ക് പോകാനായി നിൽക്കുന്നതാണ്. അതേസമയം ഐശ്വര്യ ത്തോടെ അശ്വതിയെ വണ്ടി ഇടിപ്പിക്കാനായി ചെല്ലുകയാണ്. അശ്വതിയുടെ അടുത്ത് ചെന്ന് ഐശ്വര്യ ബ്രേക്ക് ചവിട്ടുകയാണ്. തുടർന്ന് അശ്വതി പറയുകയാണ്, മേഡമാണെന്ന് കരുതിയില്ല, ഞാനാകെ പേടിച്ചുപോയി, ഞാനേ അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ വണ്ടി ഇടിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ഐശ്വര്യ പറയുന്നു. മേഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, നീ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നെങ്കിൽ നീ തന്നെ നിന്റെ പർദ്ദ മാറ്റണം, ഇല്ലെങ്കിൽ ആ കർമ്മം ഞാൻ തന്നെ അങ്ങ് ചെയ്യും. എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചു. മുഖത്തെ പർദ്ദ മാറ്റാനാ പറഞ്ഞതെന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുമ്പോ രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ഐശ്വര്യ ബലം പ്രയോഗിച്ച് അശ്വതിയുടെ മുഖത്തുനിന്നും ആ തുണി മാറ്റുകയാണ്. തുടർന്ന് അവിടെ നിൽക്കുന്നവരെ നോക്കിയിട്ട് ഐശ്വര്യ പറയുകയാണ്, കണ്ടോ, എല്ലാവരും കണ്ടോ, ഇത്രയും നാളും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇവള്. ഇവളുടെ പേര് അശ്വതി എന്നാണ്. കൊലപാതക കേസില് ജയിലിൽ കിടന്നവളാ ഇവള്. കള്ളിയെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയാൻ ഐശ്വര്യ പറയുമ്പോ പോലീസിൽ ഏൽപ്പിക്കാൻ അവര് പറയുന്നു. അത് ഞാൻ ഏറ്റു, മുമ്പ് ഞാൻ ചെയ്യാനുള്ള കർമ്മം അങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതിയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് ഐശ്വര്യ. നിന്നെ ഇനി ഈ നാട്ടിൽ പോലും കാണാൻ പാടില്ലെന്ന് ഐശ്വര്യ പറയുമ്പോ അവിടെയുള്ള ആൾക്കാർ പറയുകയാണ്, ഇവളെ പോലീസിൽ ഏൽപ്പിക്കണം. അതൊന്നും വേണ്ട, നാട്ടുകാർ തന്നെ ഇവൾക്കുള്ള ശിക്ഷ നൽകിയാൽ മതി. ഞാൻ കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾ കൊടുക്കാൻ ഐശ്വര്യ പറയുമ്പോ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അശ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.